And this is technically the official launch day of Forza Coaching FC. നമസ്കാരം. ശരിക്കും പറഞ്ഞ പൊന്നൊരുക്കുന്നവർക്ക് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന് പറഞ്ഞാലാണ് ഇപ്പോഴും ശ്രീജേഷും തമ്മിൽ എന്ത് ബന്ധമെന്ന്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്പോർട്സ്, അതായത് ഫുട്ബോളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഉണർവ് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾക്ക് ഒത്തിരി സ്റ്റാർസിന് അവരുടെ പെർഫോമൻസ് ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്, പൃഥ്വിരാജിനെ പോലൊരു വ്യക്തി ഒത്തിരി യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ സ്പോർട്സിലേക്ക് ചുവടുവയ്ക്കുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ നമ്മൾ കാണാറുണ്ട്, എന്താ ജിമ്മ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇന്നത്തെ ഒത്തിരി കുട്ടികൾക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആർക്കും പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ നമ്മളെല്ലാം കളിക്കും, പക്ഷേ ഇതിൻ്റെ പുറത്തൊരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം കളിക്കുന്ന സമയത്ത് ഏത് സ്പോർട്സ്മാനും സ്പോർട്സ് ചെയ്യുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്. ഒത്തിരി ആൾക്കാർ കളി കാണാൻ വന്നിരിക്കുമ്പോൾ കളിക്കാൻ പറ്റുമോ, കളി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, തോറ്റ് കഴിഞ്ഞ ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത്. എനിക്കറിയാം കൊച്ചി ഒരിക്കലും ഫുട്ബോളേഴ്സിനെ കൈവിടാത്തൊരു സിറ്റിയാണ്. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റേഡിയത്തിൽ എപ്പോഴും മോർ ദാൻ 18,000 പീപ്പിളാണ് കളി കാണാൻ വരുന്നത്. അപ്പം ഫുട്ബോളിനൊരു ബാലപാഠമാകുവാൻ എന്താ അല്ലെങ്കിൽ പറയുന്നത് ഇവർക്ക് ഒരു ഫ്യൂച്ചർ ആവാൻ നമ്മുടെ ഫോഴ്സ കൊച്ചിക്ക് ഫുട്ബോൾ ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് എടുത്ത പൃഥ്വിരാജിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് വിഷസ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം when you're here, ഈ ഒരു ജേഴ്സി, കാരണം നമുക്കറിയാം പല കളറിലുള്ള ജേഴ്സികളിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പല ക്ലബിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ജേഴ്സി, ദ കളർ ദാറ്റ് യു സീ? കാരണം ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇറ്റ്സ് ഓൾ അബൌട്ട് പർപ്പിൾ ആൻഡ് ഗോൾഡ് നൗ. നമ്മൾ സ്പോർട്സുകാർ എപ്പോഴും പറയുന്നുണ്ട് പുറകിലുള്ള പേരല്ല, ചുറ്റും കൊണ്ടുനടക്കുന്ന പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൊടുക്കണം, നമ്മൾ ജീവൻ കൊടുത്തായാലും നമ്മൾ ജയിക്കാൻ ശ്രമിക്കുക. ഈ കളറിനോട് അല്ലെങ്കിൽ ആ നെഞ്ചത്ത് കൊണ്ടുവരുന്ന പേരിനോട് നിങ്ങൾ നീതി കൊടുത്തുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലേസിനും ഒറ്റക്കാരെ പറയാനുള്ളൂ, കളിക്കളത്തിൽ നിന്നും 90 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റിഗ്രറ്റ് ചെയ്യരുത്. എനിക്ക് കളിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ 1% എക്സ്ട്രാ ഇടാമായിരുന്നല്ലോ എന്നൊരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. അതുമാത്രമാണ് എനിക്ക് യങ് ജനറേഷനോട് പറയാനുള്ളത്. അല്ല, ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവിടെ കളിക്കളത്തിൽ കാണിക്കുന്ന മാസ് മാത്രമല്ല, മൈക്ക് കിട്ടിയാലും മാസ് കാണിക്കാൻ മെടുക്കനാണ് നമ്മുടെ PR ശ്രീജിത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് മറ്റേ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്ന് ഒളിമ്പിക്സിൽ ലാസ്റ്റ് ഗെയിം കളിച്ച് കഴിഞ്ഞ് ബ്രോൺസ് ജയിച്ച് ഞാൻ അപ്പം റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്ന ഉറപ്പിച്ച് നല്ല മാസമുള്ളൂ അല്ലേ? പിന്നല്ല. നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം നമുക്ക് പറയാം. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ഹിയർ ദിസ് ഡേ. ആൻഡ് ആ ഒരു സ്പീച്ചിന്റെ ടൈമിലും ഒക്കെ നമ്മുടെ ജേഴ്സി ഇവിടെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നിന്ന മോഹനം, താങ്ക്സ് എ ലോട്ട്. തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തതെല്ലാം വളരെ ചെറിയ സമയം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തു തീർത്തത്. കൊച്ചിയാണ് ഒടുവിൽ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ സാധിച്ച ലീഗിലെ ടീമെന്നാണ് എൻ്റെ അറിവ്. അതിന് കാരണങ്ങൾ പലതാണ്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ചെയ്യാൻ സാധിച്ചതിനെല്ലാം ഞങ്ങൾ ഓണേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും വലിയ കാരണക്കാരനായി അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങളുടെ CEO അംബരീഷാണ്. അംബരീഷ്, ഫോർ യു, ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വർക്ക് യു ഹാവ് പുട്ട് ഇൻ. വിത്തൗട്ട് യു ദിസ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫുട്ബോൾ പ്രേമികളിൽ ഒരാളാണ് ഞങ്ങളുടെ CEO ആയ അംബരീഷ്. വിത്തൗട്ട് ഹിം നൺ ഓഫ് ദിസ് വുഡ് ഹാവ് ഹാപ്പൻഡ്. താങ്ക് യു ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. സോ പറഞ്ഞു വന്നപോലെ സെപ്റ്റംബർ 7-ാം തീയതി ദ ഫസ്റ്റ് മാച്ച് മലപ്പുറം കൊച്ചി, നമ്മുടെ സ്റ്റേഡിയത്തിൽ, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ. ഐ വിൽ സീ യു ദേർ. താങ്ക് യു.